ഹായ് ഫ്രണ്ട്സ്, എവർക്കും ക്രിക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും ആകാംക്ഷയോട് കൂടി ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി, അല്ലേ? നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ എന്ന മത്സരങ്ങൾ വന്നാലും നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കും ലോകം മുഴുവൻ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയോടെയും ആവേശത്തോടു കൂടിയാണ് കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ICCയുടെ ടൂർണമെൻറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നത്. അതിൻ്റെ കാരണം നമുക്കറിയാം, 2008 ആ ഒരു മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ്. അതിന് മുന്നേ ബയലാട്ടറൽ സീരീസൊക്കെ ഇന്ത്യ കളിച്ചുകൊണ്ടിരുന്നെങ്കിൽ തന്നെയും ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ടൂർ ചെയ്യുന്നില്ല, പാകിസ്ഥാൻ തിരിച്ചും ടൂർ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ഈ ICCയുടെ ടൂർണമെൻറ്റുകളിൽ മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നത്. മാത്രമല്ല, സാമ്പത്തികപരമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പോലും ഈ ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുന്ന സ്ട്രീമിങ്ങിനും അതിൻ്റെ ബ്രോഡ്കാസ്റ്റിനൊക്കെ ധാരാളം പൈസകളും പരസ്യത്തിലൂടെയും ഒക്കെ തന്നെ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ICC സംബന്ധിച്ചോളം ഇതൊരു വലിയൊരു വരുമാന സ്രോതസ്സും കൂടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുന്നത്. നമുക്കറിയാം, എല്ലാ ടൂർണമെൻറ്റുകളും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും എപ്പോഴും ഒരു ഗ്രൂപ്പിലായിരിക്കും. അതിൻ്റെ കാരണം ഇന്ത്യയും പാകിസ്ഥാനും ഒരു കളിയെങ്കിലും ആ ടൂർണമെൻറ്റിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്ന നിർബന്ധം കൊണ്ടാണ് അങ്ങനെ ആക്കുന്നത്. ഈ പാകിസ്ഥാൻ ഈ ടൂർണമെൻറ്റ്, ഈ T20 വേൾഡ് കപ്പ് 2026 തുടങ്ങുന്നതിന് മുന്നേ തന്നെ തുടങ്ങി ആ ഒരു സമയത്ത് തന്നെ ഇന്ത്യയായിട്ട് കളിക്കില്ല എന്നൊരു തീരുമാനമൊക്കെ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ബംഗ്ലാദേശായിട്ടുള്ള ഒരു ഇഷ്യൂ, ബംഗ്ലാദേശ് ടൂർണമെൻറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. അതിനോടൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്നുള്ള കടുത്ത തീരുമാനമൊക്കെ ആയിട്ട് പാകിസ്ഥാൻ സർക്കാർ മുന്നോട്ട് വന്നു. പക്ഷേ ICC അത് കൃത്യമായിട്ടും അവരുടെ കർശനമായ നടപടി നേരിടേണ്ടി വരുമെന്ന് അറിയിച്ചത് കൊണ്ട് തന്നെ അവർ അതിൽ നിന്ന് പിന്മാറുകയും ഇന്ത്യയായിട്ട് കളിക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ശ്രീലങ്കയിലെ കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഈ T20 ചരിത്രത്തിൽ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ 8 തവണയാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിന് മുന്നേ അതിൽ ഒരു 7 തവണയും ഇന്ത്യക്ക് ജയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരേ ഒറ്റ തവണ മാത്രമാണ് ഈ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. 2021 വേൾഡ് കപ്പിലായിരുന്നു. അന്ന് പാകിസ്ഥാൻ ഇന്ത്യനെ 10 വിക്കറ്റിന് പരാജയപ്പെടുത്താൻ പാകിസ്ഥാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി 8 തവണയിൽ 7 തവണയും ഇന്ത്യക്ക് തന്നെയായിരുന്നു വിജയം. നമുക്കറിയാം, 2007 പ്രഥമ T20 വേൾഡ് കപ്പിൽ ഫൈനലിലടക്കം പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്ത്യയുടെ ഒരു ജേതാക്കളായത്. പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ആ ഒരു സീസണിൽ തന്നെ ലീഗ് മത്സരത്തിൽ, ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ ഇന്ത്യക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചിരുന്നു. അന്ന് കളി സമനിലയിൽ ആവുകയും അതിനുശേഷം ബോൾ ഔട്ടിലൂടെയാണ് പാകിസ്ഥാനെ ഇന്നത്തെ സൂപ്പർ ഓവറിന് പകരം ഉണ്ടായിരുന്ന അതിൻ്റെ ആദ്യകാല രൂപം എന്ന് പറയാം, ബോൾ ഔട്ടിലൂടെയാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുക. അതിനുശേഷം 2012, 2014, 16, 21, 22, 24 വർഷങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാനും T20 വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടിയിരുന്നു. അതിൽ 21 മാത്രമാണ് പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തുക. ബാക്കിയുള്ള എല്ലാ മാച്ചുകളിലും പാകിസ്ഥാനെ പരാജയപ്പെടുത്താനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സൈഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൈഡ് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏഷ്യ കപ്പിലാണ് അവസാനമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും T20യിലും മറ്റു ഏത് ഫോർമാറ്റിലാണെങ്കിലും ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 3 കളിയിലും ഇന്ത്യക്ക് ജയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ ശരിക്കും പാകിസ്ഥാനെ കളിക്കാനായിട്ട് ഇറങ്ങുന്നത്. ഈ T20 വേൾഡ് കപ്പിന് മുന്നേ ഇന്ത്യ T20യിൽ ഒരു മുടിചൂടാ മന്നന്മാരായിരുന്നു തന്നെ പറയാം. പക്ഷേ ഈ 2 കളികൾ, ഈ ടൂർണമെൻറ്റ് തുടങ്ങിയതിന് ശേഷം ഇപ്പം നബീബിയായിട്ടും USA ആയിട്ടാണ് ഇന്ത്യ മാച്ച് കഴിഞ്ഞത്. പക്ഷേ അതിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരു പ്രകടനമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം, അല്ലേ? പല ഭാഗത്തും ഇന്ത്യക്ക് വീക്കുകളുണ്ട്, പോരായ്മകളുണ്ട്, കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം പാകിസ്ഥാനെതിരെ വരുമ്പം ഇന്ത്യ അതെല്ലാം മറികടന്നുകൊണ്ട് ഒരു സ്ട്രോങ് സൈഡായിട്ട് വരും എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. ഇന്ത്യയിൽ നമുക്കൊരു അഭിഷേക് ശർമ്മ കഴിഞ്ഞ നബീബിക്കെതിരെയുള്ള ഒരു മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വയറിന് ചെറിയ പ്രശ്നമായതുകൊണ്ട്, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന് നബീബിക്കെതിരെ കളിക്കാൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം പാകിസ്ഥാനെതിരെ തീർച്ചയായിട്ടും ഓപ്പൺ ചെയ്യാനായിട്ടുണ്ടാകും എന്നുള്ളതാണ്. നമുക്കൊരു 2020 ഫോർമാറ്റിൽ ICCയുടെ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ള ബാറ്റ്സ്മാനാണ് അഭിഷേക് ശർമ്മ. അപ്പോൾ അഭിഷേക് ശർമ്മയും ഇഷാൻ കൃഷ്ണമായിരിക്കും ഇന്ത്യയുടെ ഓപ്പണിങ്. രണ്ടുപേരും കട്ട ഫോമിലാണ്. ഇഷാൻ കൃഷ്ണ എന്ന് പറഞ്ഞ ഫോമിൻ്റെ പീക്ക് സ്റ്റേജിലാണ് ഇഷാൻ കൃഷ്ണൻ നിൽക്കുന്നത്. എല്ലാ കളിയും അടിച്ച്, ഏത് ബോൾ കിട്ടിയാലും അടിച്ച് 6 പറത്തുക എന്നുള്ള മൈൻഡിൽ നിൽക്കുന്ന ഒരാളാണ് ഇഷാൻ കൃഷ്ണൻ. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ. നമുക്ക് രണ്ടുപേരും അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് റൈസാണ്. അതുപോലെ തന്നെ വൺ ഡൗണിലേക്ക് വന്നു കഴിയുമ്പം തിലക് വർമ്മ ഉണ്ടാവും. അത് കഴിഞ്ഞ് സൂര്യകുമാർ യാദവ്, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ഈ നബീബിക്കെതിരെയുള്ള കളി മാത്രമാണ് ചെറിയൊരു ഫോമൗട്ടായത്. അതിനുമുള്ള ന്യൂസിലൻഡിനെതിരെയുള്ള കളിയായാലും അതിന് USAക്കെതിരെയുള്ള കളിയായാലും ഒക്കെ തന്നെ ഒറ്റയ്ക്ക് വിജയിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പ്ലെയറാണ് സൂര്യകുമാർ യാദവ്. ക്യാപ്റ്റനാണ് അദ്ദേഹം, നല്ലൊരു ഫോമിലാണ്. അതുപോലെ ഹാർദിക് പാണ്ഡ്യ നമുക്കറിയാം, ഒരു ഓൾറൗണ്ടറാണ്. ഇന്ത്യനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒരു പ്ലെയറാണ് ഹാർദിക് പാണ്ഡ്യ. ബാറ്റിങ്ങിൻ്റെ ആയാലും അതുപോലെ ബോളിങ്ങിലായാലും ഫീൽഡിങ്ങിലായാലും ഒരുപോലെ ഇന്ത്യക്ക് മുതലക്കൂട്ടാവുന്ന, വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്നത്. അതാണ് അക്ഷർ പട്ടേൽ അതുപോലെ തന്നെയാണ് ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപോലെ തിളങ്ങാൻ കഴിയുന്ന ഒരു പ്ലെയറാണ് ഹാർദിക് പാണ്ഡ്യ. ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ബുംറ. നമ്മുടെ ബുംറയാണ് നമ്മുടെ വജ്രായുധം. അതുപോലെ തന്നെ നമ്മുടെ T20യിലെ 1ാം നമ്പർ ബോളറായിട്ടുള്ള വരുൺ ചക്രവർത്തി, സ്പിൻ മാന്ത്രികൻ വരുൺ ചക്രവർത്തിയുണ്ട്. വരുൺ ചക്രവർത്തി നമുക്കറിയാം, കഴിഞ്ഞ BBക്കെതിരെ കളി 2 ഓവർ മാത്രമേ എറിയിട്ടുള്ളൂ. ആ 2 ഓവറിൽ നിന്നും 7 റണ്ണിന് 3 വിക്കറ്റ് വീഴ്ത്തിയ ഒരു
പ്ലെയറാണ്. അപ്പോൾ വരുൺ ചക്രവർത്തി നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അത് അശ്വദീപ് സിംഗ് നമുക്ക് നന്നായിട്ട് എറിയാൻ സാധിക്കുന്ന ഒരു ബോളറാണ്. കഴിഞ്ഞ കളിയിൽ 3 ഓവറിൽ 36 റൺ വഴങ്ങിയെങ്കിൽ തന്നെയും ഡെത്ത് ഓവറിലും അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഓവറിലൊക്കെ തന്നെ നന്നായിട്ട് എറിയാൻ സാധിക്കുന്ന ഒരു ബോളറാണ് അശ്വദീപ് സിംഗ്. റിങ്കു സിംഗിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ചെറിയൊരു സംശയം. റിങ്കു സിംഗ് കഴിഞ്ഞ ഇപ്പോൾ ഈ വേൾഡ് കപ്പ് തുടങ്ങി 2 കളികളിലും ഫ്ലോപ്പായിരുന്നു തന്നെ പറയാം. പിന്നെ ശിവൻ ദുബെ നമുക്കറിയാം അത്യാവശ്യം സ്പീഡിൽ ഫിനിഷ് ചെയ്ത് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു ബാറ്റ്സ്മാനാണ്. അതുപോലെ തന്നെ ഒരു മീഡിയം പേസർ ബോളറും കൂടിയാണ്. അപ്പോൾ ഒരു ഓൾറൗണ്ടറായിട്ട് തന്നെ ശിവൻ ദുബെ നമുക്ക് പരിഗണിക്കാം. അത്യാവശ്യ ഘട്ടങ്ങളിൽ ബോൾ ചെയ്യിക്കാനൊക്കെ സാധിക്കുന്ന വിക്കറ്റ് ടേക്കിംഗ് എടുക്കുന്ന ഒരു പ്ലെയറാണ് ശിവൻ ദുബെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിങ്കു സിംഗിൻ്റെ കാര്യത്തിൽ മാത്രം റിങ്കു സിംഗ് ആ ഒരു ഫ്ലോപ്പ് ആകുന്ന സമയത്ത് എനിക്കൊന്ന് സഞ്ജു സാംസണെ ആ ഒരു ഇതിലേക്ക് പരിഗണിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പാകിസ്ഥാൻ്റെ സൈഡിലേക്ക് വന്ന പാകിസ്ഥാനും ഒട്ടും പിന്നിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം നല്ല സ്ട്രോങ് പ്ലെയേഴ്സ് തന്നെയാണ് പാകിസ്ഥാൻ സൈഡിലുള്ളത്. നമുക്കറിയാം സക്കീബ് ഫർഹാൻ വളരെ മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. കഴിഞ്ഞ USA-ക്കെതിരെയുള്ള കളിയിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടി ഭയങ്കര ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ് സക്കീബ് ഫർഹാൻ. അതുപോലെ തന്നെ ബാബർ അസ്സലാം, അത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള സൽമാൻ അൽഖ, അവരൊക്കെ നല്ല പ്ലെയേഴ്സാണ്. അതുപോലെ തന്നെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവരുടെ തുറപ്പ് ചീട്ടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷാഹിദ് അഫ്രീദിയാണ്. ഷാഹിദ് അഫ്രീദിയേക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള സ്പിന്നറാണ് ഉസ്മാൻ താരിഖ് അല്ലേ. ഉസ്മാൻ താരിഖിൻ്റെ ബോളിങ്ങിൻ്റെ മികവ് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹർഭജൻ സിംഗ് തന്നെ ഇന്ത്യയുടെ മുൻ സ്പിൻ മന്ത്രിയായിട്ടുള്ള ഹർഭജൻ സിംഗ് തന്നെ പറയുകയുണ്ടായി, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ഒരു ബോളർ എന്ന് പറയുന്നത് ഉസ്മാൻ താരിഖിനെ തന്നെയാണ്. അദ്ദേഹത്തെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ഹർഭജൻ സിംഗ് തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബോളിങ്ങിന് ഇന്ത്യക്ക് തന്ത്രപരമായിട്ട് നേരിടാൻ സാധിക്കണം. നമുക്കൊരു ആദ്യത്തെ ഒരു പവർ പ്ലേ കഴിഞ്ഞ് ഒരു മിഡിൽ എന്ന് പറയാം, അല്ലെ ഒരു 6-7 ഓവർ തൊട്ടൊരു 15 ഓവർ വരെയുള്ള ആ ഒരു സമയത്തായിരിക്കും ഈ സ്പിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും നന്നായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏത് ടീമാണ് ആ ടീമാണെങ്കിൽ ജയിക്കാൻ സാധ്യത ഉണ്ടാവും. അതുപോലെ പവർ പ്ലേയിൽ വിക്കറ്റ് പോകാതെ ഒരു 50+ റണ്ണ് വിക്കറ്റ് പോകാതെ എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ടീം നല്ലൊരു ഫ്ലോയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു 1 സൈഡ് മാച്ച് ആയിരിക്കില്ല ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നമുക്ക് തീർത്തും പറയാൻ സാധിക്കും. കാരണം വെച്ചാൽ 2 ടീമും സ്ട്രോങ് ആയിട്ടുള്ള ടീം തന്നെയാണ്. ഇന്ത്യ കുറച്ചും കൂടെ ഒന്ന് ഇപ്പോൾ കഴിഞ്ഞ 2 കളിയെ അപേക്ഷിച്ച് കുറച്ചും കൂടെ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ USA ആയിട്ട് പാകിസ്ഥാൻ കളിച്ചതും അത്ര വലിയൊരു ഹ്യൂജ് വിജയമൊന്നും ആയിരുന്നില്ല. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നുകൂടെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ആകാംക്ഷ നിറഞ്ഞ ഒരു ആവേശം നിറഞ്ഞ അവസാന ബോൾ വരെ ആവേശം നിറച്ച ഒരു മാച്ച് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ കളിക്കുമ്പോൾ ഒരു 1 സൈഡ് മാച്ച് ഒരിക്കലും ആരും ആഗ്രഹിക്കുന്നില്ല അല്ലേ. അവസാന ബോളിൽ വരെ ഒരു ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു മാച്ച് നൽകാനായിട്ട് ഇന്ത്യക്കും പാകിസ്ഥാനും സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ടോസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് പൊതുവേ അല്ലേ സെക്കൻഡ് ബാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാപ്റ്റനാണ്. പക്ഷേ ഈ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇന്ത്യക്ക് ടോസ് കിട്ടാതിരുന്നു. ടോസിൻ്റെ ഈ വേൾഡ് കപ്പ് തുടങ്ങിയ ശേഷം 2 കളിയും ഇന്ത്യക്ക് ടോസ് ലഭിച്ചില്ല. ഓപ്പണന്റ് ടീമിനാണ് ടോസ് ലഭിച്ചത്. അവർ ഇന്ത്യ ബാറ്റിങ്ങിന് അയക്കുകയും ചെയ്തു. ആദ്യത്തെ കളി നമുക്കൊരു അമേരിക്കയ്ക്കെതിരെ 161 റണ്ണിന് എടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചുള്ളൂ. രണ്ടാമത്തെ കളി നബീബിക്കെതിരെ ഒരു 209 റൺസ് എടുക്കാൻ സാധിച്ചു. പക്ഷേ കുറച്ചും കൂടെ ഉയർന്ന സ്കോർ എടുക്കാൻ സാധിക്കുമായിരുന്ന ഒരു മാച്ചുകളാണ്. പക്ഷേ ബാറ്റിങ്ങിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് അത്ര റൺ എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ബോളിങ്ങിൽ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും തീ പാറുന്ന ഈ ഒരു പോരാട്ടം, ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഈ തീ പാറുന്ന പോരാട്ടം അക്ഷരാർത്ഥത്തിൽ തീ പാറട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. നല്ലൊരു മത്സരത്തിന് വേണ്ടിയിട്ട്, ഒരു 1 സൈഡ് മാച്ചല്ല, നല്ലൊരു മത്സരത്തിന് വേണ്ടി നമുക്ക് ഏവർക്കും കാത്തിരിക്കാം. ഏറ്റവും ആകാംക്ഷയോട് കാത്തിരിക്കാം. നമുക്കറിയാം ലോക നേതാക്കളടക്കം ലോക രാജ്യങ്ങളടക്കം കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലെ കണ്ണു നിട്ടിരിക്കുന്ന നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ആ ഒരു പോരാട്ടം എന്ന് പറയുന്നത് നമുക്ക് യുദ്ധം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ക്രിക്കറ്റിൽ ബാറ്റും ബോളും തമ്മിലുള്ള യുദ്ധം നമ്മൾ ഇഷ്ടപ്പെടുന്നു. അതിൽ ആർക്കാണ് അന്തിമ വിജയം ഉണ്ടാകുന്നത് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും ഇന്ത്യ ജയിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. അതിനുള്ള എല്ലാ ശേഷിയുമുള്ള ടീമാണ് ടീം ഇന്ത്യ. സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഈ ഒരു വേൾഡ് കപ്പിലേക്ക് മുന്നേറാൻ സാധിക്കട്ടെ. അവസാനം ഫൈനൽ മത്സരത്തിലും ഓപ്പോണൻറ്റിനെ പരാജയപ്പെടുത്തി എതിരാളിയെ തറപറ്റിച്ച് ഇന്ത്യക്ക് കപ്പടിക്കാൻ സാധിക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. കൂടുതൽ അപ്ഡേഷൻസായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. മാച്ച് തീർന്ന ശേഷം റിവ്യൂവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും മറ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോസ് എല്ലാവരും തന്നെ കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.